നിന്ന് വൻതോതിൽ ചാണകം ഇറക്കുമതി ചെയ്ത് ഗൾഫ് രാജ്യങ്ങൾ. ക്രൂഡ് ഓയിൽ, ഗ്യാസ് ശേഖരം എന്നിവ കൊണ്ട് സമ്പന്നമായ രാജ്യങ്ങളാണ് ഇന്ത്യയിലെ ചാണകം വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നത്. അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് 192 മെട്രിക് ടൺ ചാണകമാണ് കുവൈറ്റ് ഇറക്കുമതി ചെയ്തത്. ഭാവിയിലും ഗൾഫ് രാജ്യങ്ങളിലെ ഡിമാൻഡ് വർദ്ധിക്കുമെന്നതിനാൽ ഇന്ത്യയിലെ സപ്ലൈ ഇനിയും വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. രാജ്യത്തെ കർഷകർക്ക് മാത്രമല്ല ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയ്ക്കും വൻതോതിലുള്ള കയറ്റുമതി ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുവൈറ്റിന്റെ ചുവട് പിടിച്ച് മറ്റ് അറബ് രാജ്യങ്ങളും ചാണകത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയാണ്. ക്രൂഡ് ഓയിലിൽ നിന്നുള്ള പണമാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളുടെയും വരുമാന സ്രോതസ്. എന്നിട്ടും എന്തിനാണ് അവർ ചാണകം കൂടുതലായി വാങ്ങിക്കൂട്ടുന്നതെന്നാണ് പലരും ചിന്തിക്കുന്നത്. അടുത്തിടെ ചാണകത്തിന്റെ പ്രത്യേക ഉപയോഗങ്ങളെക്കുറിച്ച് കാർഷിക രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടായി. ഈന്തപ്പനകൾ കൊണ്ട് സമ്പന്നമാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടുത്തെ പ്രധാന കാർഷികോൽപ്പന്നവും ഇതുതന്നെയാണ്. അടുത്തിടെ സൗദി ഈന്തപ്പഴത്തിൽ നിന്ന് കോള വരെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഈന്തപ്പഴ വിളകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായകമാകുന്ന ഒന്നാണ് ചാണകമെന്നാണ് അടുത്തിടെ നടന്ന ഗവേഷണങ്ങളിൽ കണ്ടെത്തിയത്. ചാണകം വളമായി ഉപയോഗിക്കുന്നതിലൂടെ ആകെയുള്ള ഉൽപാദനത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. കൂടാതെ വിളകളുടെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടായി. ഇതോടെ കുവൈറ്റ് അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ ചാണകത്തിന് ആവശ്യക്കാർ ഏറെ ഉണ്ടായി. ഇതാണ് ഇന്ത്യയിൽ നിന്നുള്ള ചാണക കയറ്റുമതി ഇരട്ടിയോളം വർദ്ധിക്കാൻ ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഇപ്പോൾ 1 കിലോ ചാണകത്തിന് 30 രൂപ മുതൽ 50 രൂപ വരെയാണ് വില ഈടാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് ഉയരുന്ന സാഹചര്യത്തിൽ വില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്.